ഒരു സിപ്പ് കുടിച്ചാ ബിയറല്ലേ, ഒന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ ഈ വെയിലത്ത് ബിയർ നല്ലതാ. അങ്ങോട്ട് കുടിക്കടേ. ഈ ബ്രാൻഡി എന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെയാണ്. ആദ്യമൊക്കെ ഒരു കയ്പുണ്ടാവും, പിന്നെ അതങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിക്കോളും. ഈ ബോറ് ഗ്ലാസ് കയറണമെങ്കിൽ 2 വോഡ്ക പിടിപ്പിച്ച് തന്നെ കയറണം. മണം ഉണ്ടാവില്ല, ഗുണം ഉണ്ടാവും. ടൂർ പോകുമ്പോൾ കുറച്ച് റമ്മ് നീ കോളേജിൽ മിക്സ് ചെയ്ത് വെക്കണം. അതല്ലടാ ടൂറ്. കല്യാണത്തിന് തലേന്ന് സാധനം ഉണ്ടാവില്ലേ? ഇല്ലെങ്കിൽ പടച്ചോനാണ്, ഒരു സഹായത്തിന് നമ്മൾ വരില്ല കേട്ടോ. അതെ, മോന്റെ ചോറുകൊണ്ട് കുപ്പി ഉണ്ടാവൂലേ? അല്ല, ഒന്ന് ചോദിച്ചെന്നുള്ളൂ. ബോഡി എടുത്തതിന് ശേഷം പൊട്ടിക്കാട്ടോ. ഞങ്ങൾക്കും സങ്കടം ഉണ്ടടാ, നീ കുറച്ച് ക്ഷമിക്ക്. സോ മദ്യവിമുക്ത ചികിത്സ കംപ്ലീറ്റ് ചെയ്തതിൽ ഐ എം സോ ഹാപ്പി. ബട്ട് ഇത് ഇതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യണം. ഞാൻ എഴുതിത്തരുന്ന മരുന്നൊക്കെ സമയത്ത് കഴിക്കണം. ഇനിയൊരു തുള്ളി കുടിച്ചാൽ പോലും കരളിന് പണിയാവും. പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പോലും പറ്റില്ല, അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആണ്. എനിഹൗ, ഓൾ ദ ബെസ്റ്റ് വിഷസ്. ടെംപ്റ്റേഷനൊക്കെ അതിജീവിക്കാൻ പഠിക്കുക. ഇല്ല ഡോക്ടർ, അത് ഞാൻ നോക്കിക്കോളാം. ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ആ പഴയ കാലത്തേക്ക് ഞങ്ങൾ തിരിച്ചു പോവും. എനിക്കത് ഉറപ്പാണ്. കാരണം ഇദ്ദേഹത്തിന് എന്നെയും എന്റെ മക്കളെയും അത്രയ്ക്ക് ജീവനാണ്. അതുകൊണ്ടു മാത്ര ഇവിടെ വന്നതും ചികിത്സ പൂർത്തിയാക്കിയതും. വളരെ നന്ദി ഏട്ടനെ തിരിച്ചു തന്നതിന്. ആറു മാസത്തിന് ശേഷം വന്നതല്ലേ നമ്മള്. ഇന്ന് നമുക്ക് രവിയേട്ടന്റെ മോളുടെ കല്യാണത്തിന് പോണം. ഇടപാടുള്ളതാ. പണ്ട് നമ്മൾ കല്യാണത്തിന് പോയതൊക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ചിരിച്ചും കളിച്ചും എന്ത് രസമായിരുന്നു അന്നൊക്കെ. കുട്ടികൾ പോലും ഒന്ന് ചിരിച്ചു കണ്ടിട്ട് എത്ര കാലായി. ഇന്ന് പോണോ? നല്ല ക്ഷീണം. പോണച്ചാ, ഗീത ചേച്ചി എന്നോട് എന്തായാലും വരാൻ പറഞ്ഞിട്ടുണ്ട്. പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എത്ര കാലായച്ചാ. പോണം, ആ പാടവരമ്പിലൂടെ തന്നെ പോണം. മക്കളെ കയ്യും പിടിച്ച് തമാശയും പറഞ്ഞു പോകുന്ന നിങ്ങളെ എനിക്ക് വീണ്ടും കാണണം. വെറുതെ നോക്കിക്കാണ്ട് ഒരു ബഗ് അടിക്കടാ. ഒരു ബഗ് അടിച്ച ഒരാള് മരിച്ച വാർത്ത ഞാൻ വരെ കേട്ടില്ല. അല്ലേലും എന്നായാലും ആള് മരിക്കും. അതിനിപ്പോ കരള് തന്നെ പോണമെന്നൊന്നുമില്ലല്ലോ. പിന്നല്ല, ഹാർട്ട്, കിഡ്നി, ഇനിയിപ്പോ ഇതൊന്നുമില്ലെങ്കിലും റോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയ വണ്ടി ഇടിച്ച ആള് മരിക്കില്ല. ദേ വരുന്നുണ്ട്, കോമരം വരണ്ട്. വാ പോവാം. എന്നാ ശരി, ഓക്കെ. എന്നാ അത് പിടിച്ചടാ. ശരി ശരി ശരി, ഞാൻ കുടിക്കില്ല. കൊണ്ടുപോയി വീട്ടിൽ പോവാ.
ചേച്ചിയെ 6 മാസമായിട്ട് ഞാൻ കുട്ടികളെ പൈസ ഇല്ലാണ്ട് കൊണ്ടുപോയി. ഇതുവരെയായിട്ട് ഞങ്ങളെ മുഖത്തേക്ക് ഒന്നും പറഞ്ഞില്ല. അതിൻ്റെ മാന്യത. ഇതിലേ ഈ വണ്ടിയിൽ വയ്ക്കണത് പച്ചളല്ല, പെട്രോളാ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പൈസ ഇല്ലാണ്ട് ഇനി വണ്ടി കണ്ട കാര്യമില്ല. ഞാൻ പോവാം. ഹലോ, ഞാൻ ജയരാജേട്ടന്റെ ഭാര്യ. പറഞ്ഞ കാര്യം എന്തായി? ആ അതിനെന്താ, ഓ എന്റെ ചങ്ങായിയല്ലേ. ഓന്റെ കുട്ടികൾ സ്കൂളിൽ പോകണം, പഠിക്കണം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഞാൻ അല്ലേ ഇവിടെ. നീ നാളെ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നാൽ മതി. അതാവുമ്പോ അവള് കാണില്ല. അവൾക്ക് പണ്ടേ ഞാൻ ആരെയും പൈസ കൊടുത്ത് സഹായിക്കുന്നത് കണ്ടുകൂടാ. ചെക്ക് ഞാൻ എടുത്ത് വെക്കാം. പിന്നെ പണ്ടൊരിക്കലും ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ, ആ പഴയ മോഹം ഇപ്പോഴും മാറിയിട്ടില്ല, കൂടിയിട്ടുള്ളൂ. അമ്മ മോളെ, അമ്മ അമ്മ ഞാൻ വരാം. എന്നാ അത് പിടിച്ചടാ. ഞാൻ കുടിക്കില്ല. പോയി കുടിക്കടാ. വേണ്ട. കൊണ്ടുപോയി വീട്ടിൽ പോയി അടിച്ചോ.